Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് പഠിക്കാനായിട്ട് പോവുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പഠിക്കാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഓഗസ്റ്റ് മാസമല്ലേ? ഓഗസ്റ്റ് മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. 1947 ഓഗസ്റ്റ് 15. അപ്പൊ 2025 ആയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ 2025 ആഘോഷിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനം ആയതുകൊണ്ട് നമ്മൾ ഗാന്ധിജിയെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ പറ്റിയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ SCERT ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ക്ലാസ് 7ാമത്തെ സ്റ്റാൻഡേർഡാണ്. പഴയ പുസ്തകമാണ്. ഇത് പഴയ പുസ്തകമാണ്. അപ്പൊ ഗാന്ധിജിയുടെ കാര്യം പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഇത് ജസ്റ്റ് ഇതൊരു ഇൻട്രോ ആണ്. നിങ്ങൾക്ക് ഒരുപാടൊന്നും പഠിപ്പിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടേതായ കുറച്ച് ഐഡിയ അനുസരിച്ചാണ് ഇത് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാം സെന്ററിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ എക്സാം ഹാളിൽ എഴുതാൻ പറ്റും. കുറച്ച് നമ്മൾ ഐഡിയപരമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന പോർഷൻ ഞാൻ പറഞ്ഞു. ക്ലാസ് 7ാം ക്ലാസ്സിലെ ഓൾഡ് ചാപ്റ്ററാണ്. ഓൾഡിലെ ഹിസ്റ്ററി ചാപ്റ്ററാണ്. അപ്പൊ ആ പാഠം തുടങ്ങുന്നത് തന്നെ കവിത കൊണ്ടാണ്. ആ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിനകത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് അതിനകത്ത് വേണം. അതിനകത്ത് ഒരു കവിതയുടെ പേരാണ് ഓർമ്മക്കുറിപ്പ്. എന്താണ്? ഓർമ്മക്കുറിപ്പ്. ആ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പൊ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം എഴുതിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അത് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളിത് നോട്ട് എഴുതണം എന്ന് താല്പര്യമുള്ളവർ, പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ പേപ്പർ നോട്ടാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം എഴുതിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. നെക്സ്റ്റ് അതിനകത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ട അടുത്ത ഒരു പോയിന്റാണ് 1919 മുതൽ 1947 വരെ ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യ ആ കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് ഗാന്ധിയൻ കാലഘട്ടം. പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം. അപ്പൊ നമുക്ക് അതിനകത്ത് 2 പോയിന്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ INC സ്റ്റാർട്ട് ചെയ്ത 1885 മുതൽ നമ്മുടെ ബംഗാൾ വിഭജനം 1905 അത് വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ഘട്ടം അല്ലെങ്കിൽ മിതവാദി. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ഘട്ടം. നെക്സ്റ്റ് 1905 തൊട്ട് 1919 വരെ 1919 വരെയുള്ള കാലഘട്ടമാണ് തീവ്രവാദ കാലഘട്ടം. 1905 മുതൽ 1919 വരെയാണ് തീവ്രവാദ കാലഘട്ടം. അപ്പൊ നമ്മൾ നേരത്തെ പഠിക്കുന്നു. ഇനി ഈ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് മിതവാദ ഘട്ടം. നെക്സ്റ്റ് 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടമാണ് തീവ്രവാദ കാലഘട്ടം. 1885 INC വിഭജിച്ച് 1905 ബംഗാൾ വിഭജനം. 1919 പ്രത്യേകത എന്താണ്? ജാലിയൻ വാലാബാഗ് എന്ന് പറയും. മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഗാന്ധിജി 1915 വരെ ഇന്ത്യയിലില്ലായിരുന്നു. 1915 വരെ ഇന്ത്യയിലില്ലായിരുന്നു. ഇനി ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്, അത് നമുക്ക് വേറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് പറയാം എന്തൊക്കെയാണ് കാര്യം. 1915 ജനുവരി 9-ാം തീയതി 1915 ജനുവരി 9-ാം തീയതിയാണ് ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. 1915 ജനുവരി 9. 1915 ജനുവരി 9. ഈ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. ഈ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. അതായത് ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ആ ഒരു ദിവസത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഇതാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. അപ്പം 1915 ജനുവരി 9 ഗാന്ധിജി
ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഗാന്ധിജി വന്നതിന് ശേഷം വന്നിട്ട് ചുമ്മാ തരുന്നില്ല. ഗാന്ധിജി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ആശ്രമം പണിതിരിക്കുന്നു. ഓക്കെ, അതാണ് സബർമതി ആശ്രമം. ഗാന്ധി 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു ഗാന്ധിജി. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ ആദ്യ സമരം. ഒരുപാട് പരിശീലിപ്പിച്ചുള്ളതാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ്? അതാണ് ചമ്പാരൻ സമരം. ഓക്കെ, എന്താണ് ചമ്പാരൻ സമരം? ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സമരമാണ് ചമ്പാരൻ സമരം. ഈ ചമ്പാരൻ എവിടാണെന്ന് അറിയാമോ? ചമ്പാരൻ ബീഹാറിലാണ്. ചമ്പാരൻ എവിടാണ്? ബീഹാറിലാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ഈ ചമ്പാരൻ സമരം എന്നാണ് 1917. അപ്പൊ ഗാന്ധിജി 1915 തിരിച്ചു വന്നു. 1917 അദ്ദേഹം ചമ്പാരൻ സമരത്തിന് നേതൃത്വം കൊടുത്തു. ഈ ചമ്പാരൻ എവിടെയാണ്? ചമ്പാരൻ ബീഹാറിലാണ്. ഓക്കെ, ഇനി എന്തിനാണ് ഈ സമരത്തിന് ഗാന്ധിജി അനുകൂലിച്ചത്? നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ്. ഗാന്ധിജി ആ സമരത്തിൽ നീലം കർഷകരെ അവിടുത്തെ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചൂഷണം ചെയ്തതിന്റെ പ്രതികൂലിച്ചാണ് ഗാന്ധിജി നടത്തിയത്? ചമ്പാരൻ സമരം നടത്തിയത്. അപ്പൊ ഇത് ഒരുപാട് തവണ പ്രയോഗിച്ചിട്ടുള്ളതാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ചമ്പാരൻ സമരം. ഇനി അടുത്തൊരു പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും. നമുക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം എക്സാം സെന്ററിൽ പോയിരുന്നു കൺഫ്യൂഷൻ അടിക്കുന്ന സാധനമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. ഓക്കെ, അപ്പൊ ഇത് സമരം, ആദ്യ സമരം, ഇത് നിരാഹാര സമരം. അതായത് ആഹാരം ധരിക്കാതെ സമരം ചെയ്യുക, അതാണ് നിരാഹാര സമരം. അതും എവിടെ തന്നെയാണ്? അതും അഹമ്മദാബാദിൽ തന്നെയാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സ്ട്രൈക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. തുണിമിൽ സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അതെന്താണ്? 1918. അപ്പൊ ചമ്പാരൻ സമരം 1917, അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. അപ്പൊ ഇത് രണ്ടുകൂടെ നമുക്ക് തിരിയും. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരവും ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം. അപ്പൊ ഒന്ന് നമുക്കറിയാം ചമ്പാരനും, ഒന്ന് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ആദ്യ സമരം എന്താണ്? ചമ്പാരനാണ്. 1917. ഗാന്ധിജി 15 തിരിച്ചു വരും. 17 ആദ്യ സമരം. ഇനി നിരാഹാര സമരം അഹമ്മദാബാദ് തുണി മില്ല്. ഈ മില്ല് നമ്മൾ പോകണം. മില്ല് സാധാരണ എന്തിനാണ് മില്ല് ഉപയോഗിക്കുന്നത്? നമ്മുടെ അരിയും അതുപോലെ തന്നെ മുളകും മല്ലിയും ഒക്കെ പൊടിക്കുന്ന സ്ഥലമാണ് ഈ മില്ല്. ആ മില്ല് നമ്മൾ ആഹാര പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൊടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മില്ലിൽ പോകുന്നത്. ഓക്കെ, അപ്പൊ നിരാഹാരം പറയുമ്പോൾ ആഹാരം, ആ ആഹാരം എന്താണ്? മില്ലോട്. ഓക്കെ, അപ്പൊ തുണിമിൽ നിരാഹാരം, നിരാഹാരം 1918. അപ്പം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സമരം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ. ആ മില്ല് ആഹാരം. ഓക്കെ, ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണ്. 1918 തന്നെ വേറൊരു സമരം കൊണ്ടുണ്ട്. അതാണ് ഖേദാ സമരം. ഖേദാ സമരം എന്നാണ് 1918. അത് ഗാന്ധിജിയുടെ സമരം തന്നെയാണ്. അത് ഗുജറാത്ത്. ഖേദ എവിടെയാണ്? ഗുജറാത്ത്. ചമ്പാരൻ എവിടെയാണ്? ബീഹാർ. ചമ്പാരൻ ബീഹാർ. അഹമ്മദാബാദ് തുണിമിൽ സമരം എവിടെയാണ് നടക്കുന്നത്? അത് നടക്കുന്നത് ഗുജറാത്താണ്. ഖേദാ സമരം നടക്കുന്നത് ഗുജറാത്താണ്. ഓക്കെ, ക്ലിയർ ആയ? ഗാന്ധിജിയുടെ അടുത്ത സമരമാണ് റൗലറ്റ് നിയമത്തിനെതിരെ. അതായത് റൗലറ്റ് നിയമം ആ സമയത്ത്, അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് കുറെ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊന്ന് പൗരാവകാശങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിലെ ഒരു നിയമമാണ് റൗലറ്റ് നിയമം. അതിലൊരു നിയമമാണ് റൗലറ്റ് നിയമം. എന്താണ് റൗലറ്റ് നിയമം എന്ന് ചോദിച്ചാൽ, റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പറ്റും. ഏതാണ് റൗലറ്റ് നിയമം? റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. അത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണ് റൗലറ്റ് നിയമം. ഓക്കെ, അത് രണ്ടാമത്തെ പോയിന്റ്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം, ഒരു പീരീഡ് ഇല്ലാതെ എത്രത്തോളം കാലം ജയിലിടാമോ അത്രത്തോളം കാലം തന്നെ ജയിലിടാൻ പറ്റും. അതാണ് വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിൽ വെക്കാൻ പറ്റും. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ പാർപ്പിക്കാം. നെക്സ്റ്റ്, അടുത്തൊരു പോയിന്റാണ് റൈറ്റ് ആക്ടിന്റെ പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ ചെയ്യും. അതായത് രഹസ്യ വിചാരണ, ആരും ഇല്ലാതെ രഹസ്യമായിട്ട് വിചാരണ ചെയ്യാം. അപ്പൊ റൈറ്റ് ആക്ടിന്റെ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിചാരണ കൂടാതെ
അനിശ്ചിതകാലം ജയിലിൽ അടയ്ക്കാം. അതുപോലെ തന്നെ പ്രത്യേക കോടതി വഴി രഹസ്യ വിചാരണ ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് ആണ് കോടതി വിധിക്കരുത്. അപ്പൊ കോടതി ആ ഒരു വ്യക്തിക്ക് പ്രതികൂലമായി വിധി എഴുതി കഴിഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പറ്റില്ല. ഓക്കെ, അതാണ് റൗലറ്റ് ആക്ടിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കരുത്. അപ്പം പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് റൗലറ്റ് നിയമത്തിൽ താഴെ പറയുന്ന ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതൊക്കെയാണ് ശരി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണ് റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകൾ? ഏത് ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം ജയിലിലിടാം, പ്രത്യേക കോടതി വഴി രഹസ്യ വിചാരണ നടത്താം, പിന്നെ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കുന്നു. അപ്പൊ ഇതാണ് ഈ 4 പോയിന്റ് ആണ് റൗലറ്റ് നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റൗലറ്റ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിചാരണ കൂടാതെ എത്ര നാൾ വേണമെങ്കിലും ജയിലിലിടാം, അതുപോലെ തന്നെ പ്രത്യേക കോടതി വഴി രഹസ്യ വിചാരണ ചെയ്യാം, അതുപോലെ തന്നെ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കുക. അപ്പൊ ഇത്രയുമാണ് റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകത. ഞാൻ പോയിന്റ് പറയാം. ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ കാലഘട്ടം, 1905 മുതൽ 1919 വരെ തീവ്രവാദ കാലഘട്ടം, 1919 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം ആ സമയം വരെ ഗാന്ധിയൻ കാലഘട്ടം. ഈ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് 1915 ജനുവരി 9. ഈ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. ഓക്കെ, ഈ ഗാന്ധിജി വന്നതിന് ശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി ആശ്രമം നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം. അത് ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. 1917 നീലം കർഷകർക്ക് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള ആ കൃഷിയിടങ്ങളിൽ നീലം കർഷകർക്കെതിരെ നടന്ന അതിക്രമങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ചമ്പാരൻ സമരം നടന്നത്. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം, നിരാഹാരം എന്ന് നമ്മൾ മുന്നിൽ മില്ല് കൊടുക്കണം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്നാണ് 1918. 15 ഗാന്ധി തിരിച്ചു വരുന്നു. 17 ആദ്യ സമരം, നിരാഹാര സത്യാഗ്രഹം 1918. ഇനി വേദ സമരം ഗുജറാത്ത് 1918. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പിന്നീട് പഠിക്കും. ഈ പൗരാവകാശം ലംഘിക്കപ്പെട്ടുകൊണ്ട് കുറെ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു നിയമമാണ് റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം ജയിലിലിടാം, പ്രത്യേക കോടതി വഴി രഹസ്യ വിചാരണ ചെയ്യാം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കും. ഇത്രയുമാണ് പോയിന്റ്. നമുക്ക് ചെറിയൊരു പോയിന്റ് നോക്കാം. 1919 ഏപ്രിൽ 6 കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ഇന്ത്യക്കാരോട് പറഞ്ഞു. 1919 ഏപ്രിൽ 6 ഇന്ത്യയിൽ കരിദിനം ആചരിക്കാൻ ആര് പറഞ്ഞു? ഇതിനു വേണ്ടിയിട്ടാണ് ഈ റൗലറ്റ് ആക്ടിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി പറഞ്ഞു 1919 ഏപ്രിൽ 6 എല്ലാ ഇന്ത്യക്കാരും എന്ത് ചെയ്യണം? കരിദിനം ആചരിക്കണം. ഓക്കെ, ഈ കരിദിനം ആചരിച്ചപ്പോൾ എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാല്, കരിദിനത്തിന് വേണ്ടിയിട്ട് പഞ്ചാബില് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ അതുപോലെ തന്നെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലി, അപ്പൊ 2 പേര് പഞ്ചാബിൽ നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലി, ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തു? ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ഇന്ത്യക്കാരെല്ലാം കൂടെ ഒത്തുകൂടി. ഈ ജാലിയൻ വാലാബാഗിന് ഒരു പ്രത്യേകതയുണ്ട്. 3 വശവും മതിലാണ്, ഒറ്റ കവാടമാണ്. 3 വശവും മതിലാണ്, ഒറ്റ കവാടം മാത്രമേ ഉള്ളൂ. അതാണ് ജാലിയൻ വാലാ സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്തിട്ട്? കരിദിനം ആചരിച്ചപ്പോൾ പഞ്ചാബിൽ നേതൃത്വം നൽകിയ 2 പേരാണ് സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലി. എന്തിനാണ് കരിദിനം ആചരിച്ചത്? റൗലറ്റ് ആക്ടിനെതിരെയാണ് കരിദിനം ആചരിച്ചത്. ഓക്കെ, ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിലെ ഇവര് ഒത്തുകൂടി. ആരൊത്തുകൂടി? സമരം ചെയ്യുന്നവരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ഈ ജാലിയൻ വാലാബാഗിന്റെ പ്രത്യേകത എന്താണ്? 3 വശവും മതിലാണ്, ഒറ്റ കവാടം മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് മുന്നറിയിപ്പും കൊടുക്കാതെ കൂടിയ ആൾക്കാർക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്തു. പ്രകോപനമില്ലാതെയാണ് നിരായുധരായ ഇന്ത്യക്കാർക്ക് നേരെ വെടിവെച്ചത്. അപ്പൊ അതാണ് ജാലിയൻ വാലാബാഗ്. ഈ ജാലിയൻ വാലാബാഗിലെ ആൾക്കാരെ വെടിവെക്കാൻ വേണ്ടി ഓർഡർ കൊടുത്ത ഒരാളുണ്ട്. അതാണ് മൈക്കൽ ഓ ഡയർ. ഓർഡർ കൊടുത്ത ആള് മൈക്കൽ ഓ ഡയർ. വേറൊരു ഡയർ ഉണ്ട്, മൈക്കൽ ഡയർ ഉണ്ട്. അതല്ല, ഇത് മൈക്കൽ ഓ ഡയർ. അതായത് ഓർഡർ കൊടുത്ത ആളാണ് ഓ ഡയർ. ഓക്കെ, വെടിവെക്കാനായിട്ട് ഓർഡർ കൊടുത്ത ആൾ. ആ ഓർഡർ കൊടുത്ത ആളാണ് മൈക്കൽ ഓ ഡയർ. ഈ മൈക്കൽ ഓ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്ന്
വധിച്ച ഒരു മഹാനുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അദ്ദേഹത്തിന്റെ പേരാണ് ഉധം സിംഗ്. ഓക്കെ, അപ്പൊ ഈ ജാലിയൻ വാലാബാഗിന് നേതൃത്വം നൽകിയ ജനറൽ ഓ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച വ്യക്തിയാണ്, മഹാനാണ് ഉധം സിംഗ്. ഓക്കെ, ആരാണ്? ഉധം സിംഗ്. ഈ ഉധം സിംഗിനെ 1940 ജൂലൈ 31 തൂക്കിലേറ്റി. ഓക്കെ, അപ്പം ജാലിയൻ വാലാബാഗിലെ ഓർഡർ ചെയ്ത ആ ഉദ്യോഗസ്ഥനായ മൈക്കിൾ ഓ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ചെന്ന് വെടിവെച്ച് കൊന്ന വ്യക്തിയുടെ പേരാണ് ഉധം സിംഗ്. അതിൽ ഉധം സിംഗിനെ 1940 ജൂലൈ 31 തൂക്കിലേറ്റി. ക്ലിയർ? ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം കൈസർ എ ഹിന്ദ്, കൈസർ ഇ ഹിന്ദ് എന്നും പറയും. കൈസർ ഇ ഹിന്ദ് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞത് ഓരോരുത്തർക്ക് കിട്ടുന്ന ഓരോ പദവിയാണ്, ഓരോ പദവികളാണ്. ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന കൈസർ ഇ ഹിന്ദ് അല്ലെങ്കിൽ കൈസർ എ ഹിന്ദ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകി. അതുപോലെ തന്നെ സർ പദവി ബ്രിട്ടീഷുകാർക്ക് ടാഗോർ തിരിച്ചു നൽകി. അപ്പൊ കൈസർ എ ഹിന്ദ് ഗാന്ധിജി തിരിച്ചു നൽകി, സർ പദവി ടാഗോർ തിരിച്ചു നൽകി. പിന്നെ ഒരു സംഭവം, ദേശവ്യാപകമായി ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പം ജാലിയൻ വാലാബാഗിന് ശേഷം നടന്ന സംഭവങ്ങളാണ് കൈസർ എ ഹിന്ദ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകി, സർ പദവി ടാഗോർ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകി. അതുപോലെ തന്നെ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങൾ തുടങ്ങി. അപ്പം ജാലിയൻ വാലാബാഗിനെ കുറിച്ച് മുമ്പ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ, ഞാൻ പറയാം. ഓർമ്മക്കുറിപ്പ് എന്താണെന്ന് അറിയാലോ. 1885 മുതൽ 1905 വരെ, 1905 മുതൽ 1919 വരെ, 1919 തൊട്ട് 1947 വരെ, 1915 ജനുവരി 1 ഗാന്ധി ദക്ഷിണാഫ്രിക്കൻ തിരിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ സമരം ചമ്പാരൻ സമരം. ചമ്പാരൻ അവിടെയാണ്, ബീഹാറിലാണ്. 1917 ചമ്പാരൻ സമരം. ഓക്കെ, ഇന്ത്യൻ കർഷകരുടെ അവകാശങ്ങളെ വേണ്ടിയാണ് ഗാന്ധിജി ആ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം, നിരാഹാരം എന്ന് പറയുന്നത് ഓർക്കണം, ഇത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നിരസാണ് 1918. അത് എന്തിനാണ് നടത്തിയത്? തുണിമില്ലിലുള്ള ആൾക്കാരുടെ കൂലി, അതായത് വേതന വർദ്ധനവിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി അഹമ്മദാബാദ് മില്ലിൽ സമരം നടത്തിയത്. ഞാൻ പറയാൻ വിട്ടുപോയാൽ, അഹമ്മദാബാദിൽ ആ മില്ലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വേതനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതാ സമരം നടന്നത്? 1918. കേരളം എവിടെയാണ്? ഗുജറാത്ത്. ഈ പൗരാവകാശം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ പൗരാവകാശങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിലൊരു നിയമമാണ് റാവുലറ്റ് നിയമം. എന്താണ് റാവുലറ്റ് നിയമത്തിന്റെ പ്രത്യേകത? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം ജയിലിൽ പാർപ്പിക്കാം, പ്രത്യേക കോടതി വഴി രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പൊ ഇതാണ് റാവുലറ്റ് ആക്ടിന്റെ പ്രത്യേകത. ഇത് പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 6 കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ഇന്ത്യക്കാരോട് പറഞ്ഞു. ആ സമരം നടക്കുമ്പോൾ പഞ്ചാബിലെ ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈബുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്തു. പഞ്ചാബിൽ എത്തുമ്പോൾ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈബുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് നാക്കാലാവുടെ നേരെ സമരം നടത്തി. ജാലിയൻ വാലാബാഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷവും മുതലാണ് ഒറ്റ കവട മാത്രമേ ആ സമരത്തിൽ നിന്ന ഒരു പ്രകോപനമില്ലാതെ നിരായുധരായ ഇന്ത്യക്കാർക്ക് നേരെ ബ്രിട്ടീഷുകാർ വെടിയുതിർത്തു. ആ വെടിയുതിർത്ത ഓർഡർ കൊടുത്ത ആളാണ് മൈക്കിൾ ഓ ഡയർ. ഈ മൈക്കിൾ ഓ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഉധം സിംഗ് എന്ന് പറയുന്ന ഒരു ദേശസ്നേഹി ചെന്ന് വെടിവെച്ചു കൊന്നു. അതിനുശേഷം 1940 ജൂലൈ 31 ഈ ഉധം സിംഗിനെ തൂക്കിലേറ്റി. ഈ ജാലിയൻ വാലാബാഗിനെ പ്രതിഷേധിച്ചുകൊണ്ട് എന്തൊക്കെ സംഭവം നടന്നു? കൈസർ എ ഹിന്ദ് അല്ലെങ്കിൽ കൈസർ എ ഹിന്ദ് ഗാന്ധി തിരിച്ചു നൽകി, സർ പദവി ടാഗോർ തിരിച്ചു നൽകി. നെക്സ്റ്റ് ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ക്ലാസ് ഒന്നുകൂടെ 2 വട്ടം കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പേപ്പർ നോട്ടിൽ എഴുതി വെക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പം ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ഇൻട്രോ ആയിട്ട് വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ ഇനി മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. എല്ലാവർക്കും നന്ദി.